ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു ഫാമിലി അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് അവർ മാറ്റിവെച്ചൊരു ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം എത്താൻ കാരണം. ആ ഫാമിലിയെ നമുക്ക് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടച്ച്, ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഈ TV ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണം. അവർ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെ യേശുവിൻ്റെ കരത്തിലോട്ട് തരിക. ദൈവം അവരുടെ വിഷയത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണം. കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആ ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ. ശക്തമേറിയ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ വചനത്തിൽ കൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കും. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 10 to 12 നമുക്ക് കർത്തൃദാസൻ വായിച്ച് കേൾപ്പിക്കും. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നല്ല വചനമോർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാൽ പ്രസംഗിച്ചാലും തീരാത്ത ഒരു തിരുവെഴുത്താണ്. പത്രോസ് അപ്പോസ്തലൻ സങ്കീർത്തന ഭാഗത്ത് നിന്ന് ഒരു വാക്യത്തെ എടുത്ത് തൻ്റെ പ്രബോധനത്തിനകത്ത് താൻ ഒരു കാര്യം ഉറപ്പിച്ചെഴുതുകയാണ്. അതിൻ്റെ മേളിൽ നാം പാലിക്കേണ്ട ചില കാര്യങ്ങൾ പത്രോസ് പറഞ്ഞു വരികയാണ്. 3-ാം അധ്യായം നമുക്ക് തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. വായിച്ചേ 3:1. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഒരു കുടുംബ ജീവിതത്തെ മുൻപിൽ നോക്കിക്കൊണ്ടാണ് ഈ തിരുവെടുത്ത് തുടങ്ങുന്നത്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നുകൊള്ളുവാനിടയാകും. ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്വത്തെയാണ് ഈ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത്. ഇത് കല്യാണത്തിലൊക്കെ പ്രസംഗിക്കുന്ന വാക്യമാണ്. അതിപ്പോൾ പ്രസംഗിച്ചെന്ന് വിചാരിച്ചും വലിയ കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ അടിമയാകണമെന്നല്ല. ഒരാമയും പറഞ്ഞാട്ട്.
ദൈവവചനപ്രകാരം ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കണം. അപ്പൊ തിരിച്ചും ഭർത്താവ് തട്ടിക്കളിക്കുന്ന ബോൾ അല്ല ഭാര്യ. ഭാര്യയെ ബഹുമാനിക്കണം. പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട് പറയാം, സ്ത്രീജനം ബലഹീന പാത്രമെന്നറിഞ്ഞ് കല്യാണം നടത്തുമ്പോൾ ഞങ്ങളൊക്കെ പറയാണ്ട്, നിങ്ങൾക്ക് ഒരു കോഴിമുട്ട തരിക, ഇരുമ്പ് മുട്ടയല്ല, കോഴിമുട്ട, ഉടയാതെ സൂക്ഷിച്ചോണം. ഹല്ലേലൂയ. പോട്ടെ, അതൊക്കെ കർത്താവിന് സ്തോത്രം. അപ്പം അതിനിടയ്ക്ക് ഒരു രസം കൂടെ പറയാം കേട്ടോ. ഹല്ലേലൂയ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ കല്യാണം കഴിച്ചു. ചില ഭാര്യമാർക്ക് പൊതുവേ പിടിവാശി ഉണ്ടല്ലോ. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ പോവുക. അപ്പോൾ പോയപ്പോൾ ഈ കുട്ടനാട്ടിൽ കൂടെ നടന്നു പോയത്. കുട്ടനാട്ടിൽ കൂടെ ഇപ്പം നെല്ല് കൊയ്ത് എടുത്ത സമയമാണ്. ഈ ഭാര്യ ട്രിവാൻഡ്രംകാരിയാണ്. അവൾക്ക് കുട്ടനാട്ടിലെ കൊയ്ത്തൊന്നും അറിയത്തില്ല. അവൾക്ക് KFC ഒക്കെ വറുത്തങ്ങോട്ട് ഇടുന്നതേ അറിയത്തുള്ളൂ. ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ അവൾ പോയപ്പോൾ പറഞ്ഞ, പ്രത്യേകിച്ച് അവളൊരു തയ്യക്കാരി കൂടെ, അവൾ പോയപ്പോൾ പറഞ്ഞു, എടാ ഈ നെല്ലെല്ലാം ആരാ കത്രിക കൊണ്ട് കൊയ്തേന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടനാടുകാരൻ ഭർത്താവ് പറഞ്ഞു, എടി ഈ കത്രിക കൊണ്ടല്ല, ഇത് വാളുകൊണ്ടാ കൊയ്തേ. വിട്ടുകൊടുക്കുകയല്ല. അവൾ പറഞ്ഞല്ല, കത്രിക കൊണ്ട് തന്നെയാ. അല്ലെ പിന്നെ ഇത്ര കറക്റ്റായിട്ട് കൊയ്യത്തില്ല. ഇത് കത്രിക കാര്യം ഇവക്ക് വെട്ടറിയാവുന്നുണ്ടേ. ഇവള് വിചാരിച്ച് ഇതാ എല്ലായിടത്തും പ്രയോഗമെന്ന്. വാദം നടന്നു. മുമ്പോട്ട് പോയപ്പോൾ ഭർത്താക്കന്മാർ അങ്ങനല്ലോ, ഈ അലൂമിനിയം പാത്രം പോലെ പെട്ടെന്ന് ചൂടാവും. പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. എന്നും പറഞ്ഞുകൊണ്ട് ചൂടാകാനുള്ള ലൈസൻസ് ഒന്നും അല്ല. പെട്ടെന്ന് ചൂടാകുകയും പെട്ടെന്ന് തണുക്കുകയും, ചിലപ്പോൾ കണ്ടതിൽ പൊട്ടിത്തെറിക്കും പെട്ടെന്ന്. ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഭർത്താക്കന്മാർ ആക്ഷൻ എടുത്താൽ ഭയങ്കര സ്നേഹമാണ് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട്. ഇപ്പം ഭാര്യ പറയുക, ഗ്യാസ് തീർന്നു പോയി. തീർന്നു ഇപ്പപ്പാ. അവൻ പറയും തീർന്നില്ല, ഇച്ചിരൂടെ. ഭർത്താക്കന്മാരൊന്നും ഞെട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. കുടുംബജീവിതത്തിൽ വഴക്കുണ്ടാക്കാതിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ മുമ്പോട്ട് വരിക, ഞാൻ ഈ വാക്യത്തിലോട്ട് വരാനുള്ള ശ്രമമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇവർ തമ്മിൽ പ്രശ്നമാണ്. ഇപ്പം ഭർത്താവിന് ദേഷ്യം അതിനെന്നറിയാമോ, ഭാര്യയെ പിടിച്ച് അടുത്ത കുളത്തിലോട്ടൊരു തെള്ളു കൊടുത്തു. ഭാര്യ വെള്ളത്തിൽ താഴെ പോയി, താഴെ ഭർത്താവ് പിടിച്ചു പോകണ്ടല്ലേ, പൊങ്ങി ഭാര്യ പിടിക്കാൻ വേണ്ടി മേപ്പോട്ട് പോകുമ്പോഴും വെള്ളത്തിൽ വീണേച്ച് മേപ്പോട്ട് പൊങ്ങി വരുന്ന ഭാര്യ കാണിക്കുക കത്രികയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഹല്ലേലൂയ. ഇനി ഭാര്യമാരോട് പറയുക, നിങ്ങളുടെ ഭർത്താക്കന്മാർ ആരെങ്കിലും വചനമനുസരിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല നടപ്പ് കണ്ട്, മനസ്സിലായോ? ഹല്ലേലൂയ. ഭാര്യ പ്രാർത്ഥിക്കാൻ പോയി, പക്ഷെ ഒന്ന് പറഞ്ഞാൽ 8 പറയുമെന്ന് പറയുന്ന ഭാര്യയെക്കുറിച്ചല്ല പറഞ്ഞു. അപ്പം ഭാര്യയുടെ നല്ല നടപ്പിനാൽ എന്ത് ചെയ്യും? ഭർത്താവ് ചേർന്ന് വരും. ഒരു നല്ല ആമീൻ പറഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നടപ്പ് കണ്ട് നിങ്ങളുടെ ഭർത്താവ് ചേർന്ന് വരട്ടെ. നിങ്ങളുടെ പ്രവൃത്തി കണ്ട് അവർ പറയട്ടെ, ജീസസ്. ഈ നമ്മളൊക്കെ ഒറ്റയ്ക്ക് വിശ്വാസി വന്നാൽ ചില ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കാൻ പോകുന്ന നീയാന്ന് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നിന്റെ ചില പ്രവൃത്തി അവരുടെ അകത്ത് ഉടക്കും. ഒരാമയും വരുന്നില്ല. ചില പ്രവൃത്തി അവരുടെ അകത്ത് ഉടക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം. പണ്ട് ഒരമ്മയമ്മയും മരുമോളുവേ, ദൈവത്തിന് സ്തോത്രം, നല്ല ചോറും തോരനും ഒക്കെ വെച്ചു. മരുമോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അമ്മായിയമ്മ വരുന്നതിന് മുമ്പേ ഉച്ചക്കത്തെ ചോറ് കഴിച്ചപ്പം വൈകിട്ടത്തേക്കുള്ള തോരനൂടെ കൂട്ടി കഴിച്ചു. അമ്മായിയമ്മ നമ്മൾ പാവം അമ്മായിയമ്മയ്ക്ക് ചോറും ഉപ്പും മാത്രമേ ഉള്ളൂ. ഇച്ചിരി ഉപ്പിട്ട് അമ്മായിയമ്മ കഴിച്ച്. പിന്നെ രാത്രി ഈ മരുമോൾക്ക് ചോറ് വേണമല്ലോ. അമ്മായിയമ്മ ഒന്നും ചെയ്തില്ല. പോകാൻ നേരത്തെ 2 പിടി ഉപ്പ് വാരി ചോറിലിട്ടേച്ച് പോയി കിടന്നതേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ അവൾ ജീവിതത്തിൽ ചോറ് കഴിക്കത്തില്ല അവിടുന്ന്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾ ശ്രദ്ധിച്ചേ കുഞ്ഞെ. കുടുംബം സ്വർഗമാക്കാൻ കുടുംബത്തിലുള്ളവരുടെ മേൽ യേശു വരണം. ഒരു നല്ല ഹല്ലേലൂയ. അപ്പം പത്രോസ് കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരിക. നിങ്ങൾ ശ്രദ്ധിക്കും, കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു വരിക. ഞാൻ ഈ വാക്യത്തിലോട്ട് വരാനാണ് വരുന്നത്. ഈ സങ്കീർത്തനത്തിൽ ഇത് പൊക്കിക്കൊണ്ട് വരുന്നതിൻ്റെ കർത്താവിന് രഹസ്യം ഇത്രയും മുമ്പോട്ട് പോകുമ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ അതിൻ്റെ താഴത്തെ പറഞ്ഞില്ലേ ബ്രദറെ, എന്താ ബ്രദറെ പറയാഞ്ഞെന്ന് പറയും. അടുത്ത നോക്കൂ. ഹല്ലേലൂയ. എന്നാൽ ചേർന്ന് വരും. പിന്നെ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം
എന്താ ഇതിൻ്റെ വ്യാഖ്യാനം എന്നറിയോ? ഹല്ലേലൂയ. ഇത് ആർക്ക് എഴുതിയോ, ഏത് സംസ്കാരത്തിലുള്ള ആൾക്കാർക്ക് എഴുതിയോ? പൊന്തിയാസ്, ഗലാത്തിയ, കപ്പദോക്യ, ആസിയ, മിഥുന എന്നിവിടങ്ങളിൽ ചിരതി പാർക്കുന്ന പരദേശികൾക്ക് ലേഖനം എഴുതിയതാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിഡിൽ ഈസ്റ്റ് തലമുടി പിന്നി പൊന്നണിയുന്ന കറുത്ത വർഗ്ഗക്കാരെ കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞ 10-15 മുടികൾ ഒരു 2-3 രാത്രി ബ്യൂട്ടി പാർലറുകളിൽ പോയിരുന്ന മുടി പിന്നിച്ച ഓരോ മുടിക്കും ഓരോ സ്വർണ്ണമുത്തിടും. പത്രോസ് പറയാം, നിങ്ങളുടെ അലങ്കാരം 3 രാത്രി കുത്തിയിരുന്ന് തലമുടി പിന്നുന്നതല്ല, ഓരോ മുടിയിലും അമി മുത്തണിയുന്നതല്ല, അമി മറിച്ച് എന്തുണ്ടാകണം? അടുത്ത കേട്ടോണം. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ സൗമ്യതയും സാവധാനതയുള്ള മനസ്സ്. ഒന്ന് കൈ കൊടുത്തേച്ച് പറ, സാവധാനതയുള്ള മനസ്സ് വേണമെന്ന് പറ. ലേഖനത്തിൽ ഒരു പ്രയോഗം നിങ്ങളോട് പറയാമേ, കേൾപ്പാൻ വേഗതയുള്ളവരും പറവാൻ, നമ്മുടെ പ്രശ്നം നമ്മൾ കേട്ടില്ലേലും പറയും, ഒരാമയും വരുന്നില്ല. ആരേലും എന്തേലും പറഞ്ഞാൽ മതി, ഒരു ബന്ധവുമില്ലേലും മറുപടി പറയാതെ ഉറക്കം വരികയില്ല. പോട്ടെ, ഞാനൊരു വലിയ കാര്യത്തിലോട്ട് നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ ഇനി എൻ്റെ താഴോട്ടൊക്കെ വായിച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പോട്ടെ, സാറ അബ്രഹാമിനെ അഡോണായി യജമാനനെന്നൊക്കെ വിളിച്ച് പത്രോസ് എന്തോ ഒരു കാര്യം താപ്പോട്ട് പറഞ്ഞുകൊണ്ട് വരിക. ഹല്ലേലൂയ. ആ പറഞ്ഞു വരുന്ന ഭാഗത്ത് സങ്കീർത്തനത്തിലെ ഒരു ഭാഗത്തെ പത്രോസ് എടുത്തുകൊണ്ട് വരിക. നമ്മൾ ഇനി വായിച്ച വാക്യത്തിൽ അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്, ദോഷത്തിന് പകരം നിങ്ങൾ ദോഷം ചെയ്യരുത്. ശകാരത്തിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരാൾ ദോഷം ചെയ്താൽ തിരിച്ചയക്ക് ദോഷം ചെയ്യരുത്. രണ്ടൊരാമയും വരുന്നില്ല. നിങ്ങൾക്കൊരാൾ ദോഷം ചെയ്താൽ തിരിച്ചവൻ എന്ത് ചെയ്യാൻ പാടില്ല? ദോഷം ചെയ്യാൻ പാടില്ല. ഒരാമയും പറഞ്ഞാട്ട്. അങ്ങനെ ദോഷം ചെയ്താൽ നമ്മൾ ദൈവമക്കളല്ല. ആരൊക്കെ നിനക്ക് ദോഷം ചെയ്താലും, വേദപുസ്തകത്തിലെ ഒരു ഭയങ്കര വാക്യമുണ്ട് കേട്ടോ, ഇന്നത് പ്രസംഗിക്കാനുണ്ട്, മനസ്സിൽ ആവേശമുണ്ട്. ആരൊക്കെ ദോഷം ചെയ്താലും അതിനെയൊക്കെ ഗുണമാക്കുന്നവനാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ടൊരു വെളിപ്പാട് പറയാം. ചില വീടുകൾക്കകത്ത് വന്ന ദോഷം ഇന്നത്തെ പ്രാർത്ഥനയിൽ ഗുണമാകട്ടെ. നിന്റെ കൂടാരത്തിനകത്ത് വന്ന ദോഷം ഗുണമാകട്ടെ. ചിലർ നിനക്ക് ചെയ്ത ദോഷത്തെ എൻ്റെ കർത്താവ് ഗുണമാക്കും. ഹല്ലേലൂയ. വിശ്വാസമുണ്ട്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് ചേർന്ന് ആ ദോഷം ഗുണമായി വരട്ടെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ആ ദോഷം ഗുണമായി വരട്ടെ. നീ മുടിയാൻ ചിലർ അഴിച്ചുവിട്ട ആഭിചാരം എന്ന ദോഷം നിന്റെ വീടിന് ഗുണമായി മാറട്ടെ. ചിലർ അഴിച്ചുവിട്ട ദോഷത്തെ ദൈവം ഗുണമാക്കി. അതെ, എനിക്കറിയാം, അങ്ങോട്ട് കയറിയാ ഇപ്പൊ തീ പിടിക്കുമെന്ന് എനിക്കറിയാം. ഇറങ്ങിപ്പോരാൻ പറ്റാത്ത പോലെ തീ പിടിക്കും. വചനമെന്ന് പറഞ്ഞാൽ അത് പോകേണ്ട റൂട്ടിൽ കൂടെ പോകണം. പക്ഷേ പത്രോസ് പറയുമ്പം പറയുക, ഹല്ലേലൂയ, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവർ. ഒന്ന് കൈ കൊടുത്തേ. ശുഭകാലം കാണാൻ ഇച്ഛിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചേ. പല കാലമുണ്ട്. കഷ്ടകാലമുണ്ട്, സ്തോത്രം. പരാജയത്തിൻ്റെ കാലമുണ്ട്, തകർച്ചയുടെ കാലമുണ്ട്, രോഗത്തിൻ്റെ കാലമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയാ ശുഭകാലം. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രി പറഞ്ഞു, ചിലരോട് പ്രവചിച്ചു പറ, നിനക്കൊരു ശുഭകാലം വരാൻ പോവാ. ഈ വേദോത്സവത്തിലെ എൻ്റെ മനസ്സ് ഓടുക ബൈബിളിൽ കൂടെ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യെശയ്യാ പ്രവചനത്തിലെ വാക്യം ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. ഇന്നലകളിൽ നീ കൈ തൊട്ടടത്തെല്ലാം വന്ന വമ്പൻ പരാജയം എൻ്റെ ദൈവം എടുത്തു മാറ്റിയിട്ട് ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. കുഞ്ഞെ, പ്രാർത്ഥനയ്ക്ക് വന്നാൽ ദൈവം ചിലത് അഭ്യസിപ്പിക്കും. ആരാധനയ്ക്ക് വന്നാൽ ദൈവം ചിലത് അഭ്യസിപ്പിക്കും. പ്രാർത്ഥിച്ചാൽ ദൈവം ചിലത് അഭ്യസിപ്പിക്കും. എവിടെ നീ പരാജയപ്പെട്ടോ അവിടെ തന്നെ ദൈവം നിന്നെ ചിലത് അഭ്യസിപ്പിക്കും. നിനക്ക് 1 കോടി കടം കയറിയെങ്കിൽ ദൈവം നിന്നെ അഭ്യസിപ്പിച്ചാൽ ആ കടം കയറിയിടത്ത് തന്നെ ഒരു നന്മ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. എന്നോട് ദൈവാത്മാ പറയാ, ശുഭകരമായി പ്രവർത്തിക്കാൻ ചിലരെ ദൈവം അഭ്യസിപ്പിക്കട്ടെ. 2016 ദൈവം നിന്നെ അഭ്യസിപ്പിക്കുന്ന വർഷമാകട്ടെ. അപ്പം മനസ്സിൽ സ്വപ്നം കണ്ടേ, ഒരു ശുഭകാലം ആഗ്രഹിക്കുന്നോ? നിങ്ങൾ ആമേ ആഗ്രഹിക്കാൻ തയ്യാറാണോ? എത്ര പേർക്ക് വിശ്വാസത്താൽ ഒരു ശുഭകാലം കാണാൻ പറ്റും? ഞാനൊരു വിശ്വാസം പറയാൻ പോവാ. എല്ലാ സാഹചര്യവും മാറാൻ പോവാ.
കാറ്റിൽ നാട്ടിലെ കരിയിലകൾ പറന്നു പോകുന്ന പോലെ പ്രതിസന്ധിയെ പറത്തിക്കളഞ്ഞിട്ട് നിനക്കൊരു ശുഭകാലം വെളിപ്പെടാൻ പോകുകയാ. ഒരു ശുഭകാലം. ഇനി ശുഭകാലമായിട്ട് ബന്ധപ്പെട്ട് എസ്രായുടെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്. എസ്രായുടെ കാലത്ത് വന്നൊരു ഉപവാസത്തെക്കുറിച്ച് എഴുതിയേക്കാം. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര. നിന്റെ ഭാവി ശുഭമാക്കാൻ താമസിയാതെ നിനക്കൊരു ശുഭയാത്രയുണ്ട്. വിശ്വസിക്കാൻ ഞാൻ പ്രവചനദൂതാ പറയുന്നത്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കൊരു ശുഭയാത്രയുണ്ട്. വിശ്വസിക്കാൻ പറ്റാത്തൊരു ശുഭയാത്ര, നിന്റെ കുടുംബത്തിന് ജയം തരുന്നൊരു ശുഭയാത്ര, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുന്നൊരു ശുഭയാത്ര. ആമേൻ, ആമേൻ. ജീസസ് ഉണ്ടാകട്ടെ. നിങ്ങൾക്കറിയാമോ, അവരൊരു യാത്ര പോകുകയാ. ഹല്ലേലൂയ. ആമേൻ. പോകുമ്പം അവർ പറയുക, ശത്രുക്കൾ ഞങ്ങളെ ആക്രമിക്കാതിരിക്കാൻ അവർ ചെയ്ത കേൾക്കണോ, അഹവ ആറ്റിങ്കൽ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ആ ഉപവാസം എന്തിനാണെന്നറിയാമോ? ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര ഉണ്ടാകാൻ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, നിന്റെ ഭാവിയെ ആര് തടഞ്ഞാലും നിനക്കൊരു ശുഭയാത്ര ഉണ്ടാവും. വിശ്വാസത്താൽ വിളിച്ച് ആമീൻ പറയണം. നിന്റെ ഭാവിയുടെ അവസ്ഥ മാറുകയാ, നിന്റെ സാഹചര്യങ്ങൾ മാറുകയാ. ഹല്ലേലൂയ. നിനക്കൊരു ശുഭയാത്ര. അപ്പം ഇനിയും പണങ്ങരുത്. നിങ്ങൾ തയ്യാറാണോ ഒരു ശുഭഭാവി ഉണ്ടാകുമെന്ന്? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് പറ, എനിക്കൊരു ശുഭഭാവി ഉണ്ടാവും. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, എനിക്കൊരു ശുഭഭാവി ഉണ്ടാവും. എന്നോട് കർത്താവ് പറയുക, സാഹചര്യങ്ങൾ മാറാൻ പോവാ, നിന്റെ കുടുംബ പശ്ചാത്തലം മാറാൻ പോവാ, നിനക്കൊരു ശുഭഭാവി ദൈവം ഉണ്ടാക്കി തരാൻ പോകുകയാ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭഭാവി കാണുകയും ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ ഇന്ന് പകൽ എന്നോട് കർത്താവ് പറയുന്നു, വർഷങ്ങൾ കൊണ്ട് നിന്റെ വീടിന് മേൽ കിടക്കുന്ന പ്രവചനം നിറവേറത്തക്കവണ്ണം, നിന്റെ ഗതികേട് മാറത്തക്കവണ്ണം നിനക്കൊരു ശുഭഭാവി, നിന്റെ സന്തതിക്കൊരു ശുഭഭാവി. ഓ, നിന്നെ നിന്ദിച്ച ദേശം നോക്കി നിൽക്കെ നിനക്കൊരു ശുഭഭാവി. ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക, നിന്റെ ഭാവി ഒരിക്കലും വെളിപ്പെടാതെ വണ്ണം ചിലർ ചെയ്ത മന്ത്രക്കെട്ടുകളെ പൊട്ടിച്ചോണ്ട് നിന്റെ ശുഭഭാവി. എനിക്ക് ഭയങ്കര ബോധ്യം കർത്താവ് തരുന്നു. ചിലര് വളരെ പ്രാർത്ഥനാ ജീവിതം നയിച്ചിട്ടും ഒത്തിരി ഉപവസിച്ചിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഇന്ന് വരെ ദൈവം വെച്ച ശുഭഭാവിയിൽ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. എന്നോട് കർത്താവ് പറയാം, നിന്നെ തടഞ്ഞു വെച്ച കൈകളൊക്കെ ഇന്ന് മാറും. ദൈവം അരുളി ചെയ്യുക, നിനക്കൊരു ശുഭഭാവി. അത് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പറയണം, ഞാനൊരു ശുഭഭാവി കാണാൻ പോകുകയാ, എനിക്കൊരു ശുഭഭാവി ദൈവം. ഞങ്ങൾ ശുശ്രൂഷമാൾ ആഗ്രഹിക്കുക ഞങ്ങൾക്കൊരു ശുഭഭാവി ഉണ്ടാവുമെന്ന്. നിങ്ങൾ ആഗ്രഹിക്കണം നിങ്ങൾക്കൊരു ശുഭഭാവി ഉണ്ടാകണോ. അങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇത്രയും നേരം സ്തോത്രം പറഞ്ഞത് ഇനിയും പറയണം. അതാ പ്രസംഗം. ശുഭഭാവി ഉണ്ടാകുമെന്നാ പറയുന്നത്. ഒരാമയും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ നീ മനസ്സിൽ കണ്ട പദ്ധതി എല്ലാം മറിയും, 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 മറിയും. ദൈവം ഇട്ട ചില പ്ലാനുകൾ വെളിപ്പെടും. കാരണം അത് നിന്റെ ശുഭഭാവിയുടെ തുടക്കമാണ്. എന്നോട് ഇന്നലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ജീസസ്, ചിലരുടെ ശുഭഭാവി വെളിപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അത് വിശ്വാസക്കാരനാൽ കണ്ടുകൊണ്ട് വേണം ആമീൻ പറയാനായിട്ട്. ഈ ചിലരൊക്കെ പറയാറുണ്ട്, ബ്രദറെ, ഞങ്ങൾക്കൊന്നും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എങ്ങനെയാലും ഒക്കെ ചായയും കാപ്പിയും ഒക്കെ കുടിച്ച് അങ്ങ് ജീവിച്ചു പോകണമെന്നേ ഉള്ളൂ. അങ്ങനെയുള്ളവർ പറയണമെന്നില്ല. ഒരാമീൻ വരുന്നില്ല. ഹല്ലേലൂയ. എനിക്കങ്ങനെ കട്ടൻ കാപ്പി കുടിച്ച് മാത്രം ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. വേണ്ട, മിണ്ടുന്നില്ല. ദൈവം വെച്ചൊരു ശുഭഭാവി അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം ഒന്നിച്ചു പോവാം. അപ്പം ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ, അടുത്ത കേട്ടു, ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും. അതാ പ്രശ്നം. കർത്താവ് റെഡിയാ, പക്ഷേ നീ രണ്ട് കാര്യം ചെയ്യണം. ചെയ്യുന്നവർ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും, നിന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അധരത്തെയും കാക്കണമെന്നല്ല, അടക്കണം. അതിനായി ഇന്നൊരു പ്രത്യേക അഭിഷേകം ഇറങ്ങാൻ പോകുന്നു. ഹല്ലേലൂയ.
കർത്താവിനെ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഒന്നാമത്തെ ഭാഗം ഇവിടെ എഴുതിയിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ നീ അടക്കണം. ആമേൻ, ആമേൻ. മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്ന പ്രവണത നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഒരാള് നമുക്ക് ദോഷം ചെയ്താലും തിരിച്ച് നമ്മൾ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല. കൈ കൊടുത്തേച്ച് പറ, ചെയ്യരുതേന്ന് പറ. നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ദോഷം അവര് നിങ്ങൾക്ക് ദോഷം ചെയ്തോണ്ടേയിരിക്കുക. പക്ഷെ അവര് ദോഷം ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഹല്ലേലൂയ. നമ്മൾ ബൈബിളിലേക്ക് കയറാൻ പോവാ. ജീസസ് എന്നോട് പരിശുദ്ധാത്മാവ് ഉറപ്പ് തരുന്നു. ഗ്ലോറി. നീ നിന്റെ നാവിനെ സൂക്ഷിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യും. ചിലർ ചെയ്ത ദോഷത്തെ ദൈവം മാറ്റിയിരിക്കും. നമുക്ക് വേദപുസ്തകത്തിലെ ഒരു ധ്യാനം, ഒരു ചിന്തയോടെ നമുക്ക് വചന ശുശ്രൂഷ ആരംഭിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 45. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. ഈ വായ അല്ലെങ്കിൽ നാവ് ദോഷം ചെയ്യുന്നത് നാവിൻ്റെ മാത്രം പണിയല്ല. ഇത് ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ്. ഈ ചിലര് ദേഷ്യപ്പെടുമ്പോഴേ പണ്ടത്തേതും 8 കൊല്ലം മുമ്പുള്ളതും 10 കൊല്ലം മുമ്പുള്ളതും മൊത്തം പറയും. അതെന്നാ, ഇവരുടെ മെമ്മറിയിൽ ഈ സാധനം അങ്ങ് ഡിലീറ്റ് ആകാതിരിക്കുക. അതുകൊണ്ട് മിണ്ടുന്നില്ല. ഈ ഫോണിനൊക്കെ ഓരോ ഫോണിനും മെമ്മറി പവർ ഉണ്ട്, അത്രയും അത് താങ്ങത്തുള്ളൂ. ഇപ്പം ഈ ഫോണിൽ 500 SMS കിടക്കുവാണെങ്കിൽ ഗ്ലോറി 501ാമത്തെ SMS വരുമ്പോൾ ആദ്യത്തെ 1ാമത്തെ SMS ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകും. ചില ഫോൺ ഡിലീറ്റ് ആകത്തില്ല, നമ്മൾ ഡിലീറ്റ് ആക്കണം. സാധാരണ ഫോണിലൊക്കെ ഒരു 500 ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ അനങ്ങത്തില്ല, എഴുതി കാണിക്കും മെമ്മറി ഫുള്ളാണ്. ഞാനൊരു കർമ്മം നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ ഇരിപ്പ് പോലെ നിന്റെ അനുഗ്രഹം. നിന്റെ ഹൃദയം എങ്ങനെ ദൈവസ്ഥലിൽ ഇരിക്കുന്നോ അതിന് തക്കവണ്ണം ദൈവം നിന്നെ അനുഗ്രഹിക്കും. എന്താ ആന്റി പേര്? എൻ്റെ പേര് സൂസി. സൂസി ഇന്ന് സൗഖ്യമാവുമെന്ന് വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. സൂസിയുടെ അസ്ഥിയിലാണ് കർത്താവ് ഒരു സൗഖ്യം തരാൻ പോകുന്നത്. അസ്ഥിയിലും തൊടും, നിന്റെ ഉദരത്തിലും തൊടും. 2 സൗഖ്യങ്ങൾ ദൈവം തരും. സൂസിയുടെ പെടലി തൊട്ട് നടുവരെ ഇന്ന് സൗഖ്യം നടക്കും. എത്ര നാളായി സൂസിക്ക് അസുഖം തുടങ്ങിയിട്ട്? നേരത്തെ ഉണ്ടായിരുന്നു കഴുത്തിന് വേദന, വളരെ 2-3 ദിവസം കഴിയുമ്പോൾ മാറും. പക്ഷെ 6 മാസമായിട്ടാണ് ഈ കഴുത്തിന്റെ ഡിസ്കിന് പ്രയാസമായത്. 6 മാസം കൊണ്ട് ഡിസ്കിന് പ്രയാസമാണ്. പെടലി അങ്ങോട്ടും തിരിക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരേ ആംഗിളിൽ തന്നെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. പിന്നെ തിരിയണമെങ്കിൽ കുറച്ചു നേരം എടുക്കും. ശരിയാണോ രോഗം? ജീസസ്. ഒപ്പം തന്നെ നിന്റെ വയറിനകത്തും ഒരു സൗഖ്യം നടക്കാൻ പോവാ. നിന്റെ ഉദരത്തിനകത്ത് ജീസസ്. നിന്റെ അവയവങ്ങൾ ഓപ്പറേഷൻ മാറ്റുമെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ഇല്ല, ഇന്ന് നിനക്ക് സൗഖ്യം തരാൻ പോവാ യേശു. ഇവിടെ നോക്കിയേ, ഇപ്പൊ പെടലി തിരിക്കാൻ പറ്റാത്ത അസ്വസ്ഥതയാ അല്ലേ? അല്ലേ? 6 മാസമായി ഇത് കണ്ടിന്യൂ വരാൻ തുടങ്ങിയിട്ട്. ജീസസ് കർത്താവ് തൊടാൻ പോകും. ജീസസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ആകട്ടെ. ഹീലിംഗ് അവർ ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ. എന്നെ നോക്കിയ ആന്റി, ഒന്ന് ചിരിക്ക ആന്റി. ഇനി ആ പെടലി ഒന്ന് തിരിച്ച ആന്റി. മേപ്പോട്ട് നോക്കിയ ആന്റി, താപ്പോട്ട് നോക്കിയ ആന്റി. എന്തേലും ബുദ്ധിമുട്ട് പെടലിയിലുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒന്നുകൂടെ തിരിച്ചു കാണിച്ചേ.
6 മാസം കൊണ്ട് കഴിയാത്തത് 6 സെക്കൻഡ് കൊണ്ട് യേശു ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവളെ സൗഖ്യം ആക്കിയത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നോക്കിക്കേ, 6 മാസം കൊണ്ട് ആനി അനുഭവിച്ച വേദന ആരും അറിഞ്ഞില്ല, യേശു അറിഞ്ഞു. അവൻ പറഞ്ഞു, ഇങ്ങോട്ട് വിളിക്ക, ഞാൻ അവളെ സൗഖ്യമാക്കാം. ഈ സ്ഥലം സൗഖ്യമാകുന്ന സ്ഥലമാ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്നില്ലേ ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന്? കണ്ണടച്ച് നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ ലൈഫിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വിടുതൽ അവരുടെ ലൈഫിൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാപങ്ങൾ പൊട്ടട്ടെ, രോഗങ്ങൾ അഴിയട്ടെ, പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ. ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 തൊട്ട് 9 വരെ തിരുവല്ല ഓയസ്റ്റർ കൺവെൻഷനിലും, എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1:30 വരെ കോട്ടയം KPS മേനോൻ ഹാളിലും ഞാൻ ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്ക് കടന്നു വരാം, അനുഗ്രഹിക്കപ്പെടാം. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.